ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ ആനന്ദിക്കുവിൻ. ആത്മാവിൻ്റെ ഫലമാണ് ആനന്ദം. സമർപ്പിത ജീവിതത്തിൻ്റെ സൗന്ദര്യവും ഇതുതന്നെയാണ്. സമർപ്പിത ജീവിതത്തിൻ്റെ മുഖമുദ്ര ആനന്ദമായിരിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു. ദുഃഖവും ഭയവും ആനന്ദത്തിന് വഴിമാറണം. ഞങ്ങളുടെ സഭാസ്ഥാപക വാഴ്ത്തപ്പെട്ട മദർ തെരേസ കസീനി ഈശോയ്ക്ക് തന്നെ പൂർണ്ണമായും നൽകിയതിനു ശേഷം തനിക്കിഷ്ടമില്ലാതിരുന്ന പല കാര്യങ്ങളും സന്തോഷപൂർവ്വം ചെയ്തതായി തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിന് ഞാൻ ബാക്കി എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് മദർ തെരേസ പലതവണ ആവർത്തിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആനന്ദിക്കാം. കാരണം ഈശോ നമ്മെ സ്നേഹിക്കുന്നു, ഈശോ നമ്മെ വിശ്വസിക്കുന്നു, നാം അവിടത്തേക്ക് പ്രിയപ്പെട്ടവരാണ്. നൊവേനയുടെ ഈ നാളുകളിൽ ആത്മാവിൻ്റെ ഫലമായ ആനന്ദം കൊണ്ട് നിറഞ്ഞ് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന സന്യസ്തരായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.